നമസ്കാരം. ലോക എണ്ണ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സുപ്രധാന വാർത്ത പുറത്തുവരുന്നു. ചൈനയിലേക്ക് പോകേണ്ടിയിരുന്ന കൂറ്റൻ എണ്ണക്കപ്പലുകൾ പാതി വഴിയിൽ ലക്ഷ്യസ്ഥാനം മാറ്റി ഇന്ത്യയിലേക്ക് തിരിക്കുന്നു. ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം അക്വാ ടൈറ്റൻ എന്ന ക്രൂഡ് ഓയിൽ വെസൽ തെക്കൻ ചൈന കടലിൽ വെച്ച് യു-ടേൺ എടുത്ത് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. കേവലം ഒന്നല്ല, 7ഓളം കപ്പലുകളാണ് ഇത്തരത്തിൽ ചൈനയിലേക്ക് പോകാതെ ഇന്ത്യയിലേക്ക് വരുന്നത്. അക്വാ ടൈറ്റൻ ഒരു അഫ്രാമാക്സ് വിഭാഗത്തിൽപ്പെട്ട ടാങ്കറാണ്. ജനുവരി അവസാനം ബാൾട്ടിക് കടലിൽ നിന്ന് റഷ്യൻ യുറൽസ് ക്രൂഡ് കയറ്റിയ ഈ കപ്പൽ ചൈനയിലെ റിഷാവോ തുറമുഖത്തേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. എന്നാൽ മാർച്ച് പകുതിയോടെ തെക്കുകിഴക്കൻ ഏഷ്യൻ കടലിടുക്കുകളിൽ വെച്ച് ഈ കപ്പൽ പെട്ടെന്ന് ദിശ മാറി. നിലവിലെ വിവരങ്ങൾ പ്രകാരം മാർച്ച് 21-ന് ഈ കപ്പൽ കർണാടകയിലെ തുറമുഖത്ത് എത്തും. ഇതേപോലെ സൗസൗ എൻ എന്ന മറ്റൊരു കപ്പലും ചൈനയിൽ നിന്ന് ഗുജറാത്തിലെ തുറമുഖത്തേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മാറ്റം? ഈ വഴിതിരിച്ച് വിടലിന് പിന്നിൽ വ്യക്തമായ ജിയോപൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കടുക്കുന്നതും ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങളും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കാനിടയുണ്ട്. ഇതിനെ മറികടക്കാൻ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. മിഡിൽ ഈസ്റ്റിലെ സപ്ലൈ തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ 30 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണയാണ് ഇന്ത്യൻ റിഫൈനറികൾ ബുക്ക് ചെയ്തത്. ഇത്രയും കാലം റഷ്യൻ എണ്ണയുടെ പ്രധാന ആവശ്യക്കാർ ചൈനയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയതോടെ ചൈനയിലേക്ക് പോകേണ്ട കപ്പലുകൾ പോലും ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ചൈനയിൽ നിലവിൽ ആവശ്യത്തിന് എണ്ണശേഖരം ഉള്ളതും ഇന്ത്യയുടെ ഡിമാൻഡ് പെട്ടെന്ന് വർദ്ധിച്ചതും ഈ മാറ്റത്തിന് കാരണമായി. റഷ്യൻ എണ്ണയുടെ 80% ഇന്ത്യയും ചൈനയും ചേർന്നാണ് നിലവിൽ വാങ്ങുന്നത്. എന്നാൽ ഹോർമുസ് പ്രതിസന്ധിയിൽ ഇന്ത്യയുടെ പക്കൽ 8 ആഴ്ചത്തേക്കുള്ള ഇന്ധനം മാത്രമേ ശേഖരമുള്ളൂ എന്നതിനാൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. ചുരുക്കത്തിൽ കടലിലെ ഈ യു-ടേണുകൾ വെറും യാത്രാമാറ്റമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ഇന്ത്യയുടെ സ്വാധീനത്തിൻ്റെയും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിൻ്റെയും അടയാളമാണ്. ഇന്ത്യയുടെ ഈ നീക്കത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.